ഏതൊരു സ്ഥാപനത്തിന്റെയും ഏറ്റവും വലിയ സ്വത്ത് എന്താണ് എന്ന ചോദ്യത്തിന് തർക്കമില്ലാതെ പറയാം, അതിന് ജീവനക്കാരാണ് എന്നാണ്. അങ്ങനെ ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നതിലൂടെ വലിയ സക്സസ് ആയ ഒരുപാട് കമ്പനികൾ ലോകത്തുണ്ട്. അങ്ങനെ ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന 17,850 കോടി ടേൺ ഓവർ ഉള്ള ഇന്ത്യയിലെ മികച്ച പീപ്പിൾ ഫസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥാപനത്തിനെയാണ് ഇന്ന് നമ്മൾ കേസ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നമസ്കാരം. എപ്പോഴും ജീവനക്കാർ ഒരു സ്ഥാപനത്തിൻ്റെ ഉയർച്ചയിലും തളർച്ചയിലും ഭാഗമാണ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അവർ വളരെ നന്നായി അവരെ നമ്മൾ നോക്കിയാൽ അത് ഉയർച്ചയിലും അല്ലെങ്കിൽ അവർ കാരണം തളർച്ചയിലും ആവാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ ജീവനക്കാരെ വളരെ മനോഹരമായി സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരാണ് ഹരികൃഷ്ണ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയമണ്ട് ഇൻഡസ്ട്രിയിലെ രാജാക്കന്മാർ എന്ന് പറയാവുന്ന ഒരു സ്ഥാപനം. കഴിഞ്ഞ കൊല്ലത്തെ അവരുടെ ടേൺ ഓവർ 17,850 കോടിയാണ്. 8,000 കൂടുതൽ ജീവനക്കാരുള്ള ലോകത്തെ ഏറ്റവും വലിയ ഡയമണ്ട് മാനുഫാക്ചറിംഗ് റീറ്റെയിൽ സ്ഥാപനങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാവുന്ന സ്ഥാപനമാണ് ഹരേകൃഷ്ണ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. സാവ്ജി തൗജി തൊലാക്കിയ എന്ന് പറയുന്ന മനുഷ്യനും 3 സഹോദരങ്ങളും കൂടി 1992 തുടങ്ങിയ സ്ഥാപനം ഇന്ന് ജൈത്രയാത്ര ചെയ്യുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ മാത്രം, ആ ഫൗണ്ടറിന്റെ മാത്രം നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 12,000 കോടി രൂപയാണ്. 93 ടേൺ ഓവർ 1 കോടി ആകുന്നു. 95 ടേൺ ഓവർ 13 കോടിയായി മാറുന്നു. 96 ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുന്നു. 2002 സ്ഥാപനം 100 കോടി ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു. 2002 എംപ്ലോയീസിന് കാറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വലിയ ഫംഗ്ഷൻ അവർ നടന്നു. 2011 1,103 കോടി ടേൺ ഓവർ ആകുന്നു. 2022 സാവ്ജി തൊലാക്കിയയ്ക്ക് പത്മശ്രീ അവാർഡ് കിട്ടുന്നു. 2023 കമ്പനിയുടെ ടേൺ ഓവർ 17,850 കോടിയായി മാറുന്നു എന്നാണ്. ഈ ഹരേകൃഷ്ണ എക്സ്പോർട്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം മാനുഫാക്ചറിംഗിലുണ്ട്, എക്സ്പോർട്ടിംഗിലുണ്ട്, ഹോൾസെയിലുണ്ട്, റീറ്റെയിലുണ്ട്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയുടെ മുഴുവൻ ഭാഗങ്ങളിലും തന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയും വളരെ വിജയകരമായി പോവുകയും ചെയ്യുന്ന കമ്പനിയാണ് ഹരേകൃഷ്ണ. ഹരേകൃഷ്ണയെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 8,000 കൂടുതൽ കഴിവുള്ള ജീവനക്കാരുണ്ട്. 44,000 സ്ക്വയർ ഫീറ്റ് ഉള്ള അതിന്റെ ഹെഡ് ഓഫീസും 79 കൂടുതൽ സെയിൽസ് ടീമും ഡയമണ്ട് മൈനിങ് ചെയ്യുന്ന 4 മൈൻസും 50,000 കൂടുതൽ സർട്ടിഫൈഡ് ഡയമണ്ട്സും ഉള്ള ഒരു ഡയമണ്ട് സാമ്രാജ്യം ആണ് ഹരേകൃഷ്ണ എക്സ്പോർട്സ്. ഇവരുടെ വിജയത്തിന്റെ പിന്നുള്ള കാരണങ്ങൾ പ്രധാനമായി നമ്മളതിനെ ഡീറ്റെയിൽ ആയി പഠിച്ചപ്പോൾ 5 കാര്യങ്ങളാണ് മനസ്സിലായത്. 1, പീപ്പിളിന് വലിയ പ്രാധാന്യം കൊടുത്തൊരു സ്ഥാപനം. പ്രോസസ് മെച്ചപ്പെടുത്തുന്നതിൽ പ്രോസസ്സിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥാപനം. 3, ജീവനക്കാരുടെ ജോലിയും സ്ഥാപനത്തിന്റെ വർക്ക് ഫ്ലോയും എളുപ്പമാക്കാൻ വേണ്ടിയുള്ള ടൂൾസ്, ടെക്നോളജീസ് കാര്യമായി വിനിയോഗിച്ച ഒരു സ്ഥാപനം. 4, ഫിനാൻസിൽ വളരെ ഡിസിപ്ലിൻഡ് ആയി ഓരോ തവണയും പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വലിയ ഗ്രോത്ത് കാണിച്ച ഒരു സ്ഥാപനം. 5, സ്ഥാപനം വളർന്നാൽ മാത്രം പോരാ, അതിനെ ചുറ്റിയുള്ള സമൂഹം കൂടി വളരണം എന്ന കാഴ്ചപ്പാട്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡറാണ് സൊസൈറ്റി എന്ന തിരിച്ചറിവ്. ഈ 5 കാര്യങ്ങളിൽ നമ്മൾ ഒരു പ്രധാന കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എന്നതാണ്. അത് ഏതാണെന്ന് ചോദിച്ചാൽ അവരുടെ പീപ്പിൾ സ്ട്രാറ്റജീസ് ആണ്. പ്രത്യേകിച്ച് ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അവരുടെ 5 പീപ്പിൾ സ്ട്രാറ്റജികൾ എന്താണ് എന്നാണ് നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ, അതായത് ജീവനക്കാർക്ക് നല്ല ശമ്പളം കൊടുക്കുക എന്നത് മാത്രമല്ല, പകരം അവരുടെ സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു എന്നാണ്. HK ഹബ് എന്ന് പറയുന്നത്, അതായത് എംപ്ലോയീസിന് വർക്ക് ചെയ്യാനും അവരുടെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള സ്ഥലം. അവിടെ വെൽനസ് സെൻ്റർ ഉണ്ട്, അവിടെ ആളുകൾക്ക് ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട്, ജിംനേഷ്യം ഉണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, സൈക്ലിംഗ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, വോളിബോൾ കോർട്ട്. ഇങ്ങനെ ഒരു എംപ്ലോയിക്ക് അയാളുടെ ജീവിതത്തിനെ മുഴുവനും ആസ്വദിക്കാൻ പറ്റുന്ന പോലെ, അയാളുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന പോലത്തെയുള്ള ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സ്ഥലത്തിനെയാണ് HK ഹബ് എന്ന് പറയുക. അപ്പോൾ ജീവനക്കാരെ ചുമ്മാ ജോലി ചെയ്യുകയും ശമ്പളം കൊടുക്കുന്നതിൻ്റെ അപ്പുറത്ത് അവരുടെ സന്തോഷവും അവരുടെ നേരം പോക്കുകളും അവരുടെ ആരോഗ്യവും അവരുടെ മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ, ഇതിനെല്ലാം മുൻഗണന കൊടുക്കുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നു ഹരികൃഷ്ണ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നതാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാ കമ്പനികൾക്കും HR പോളിസികൾ ഉണ്ടാകും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് HR പോളിസികൾ
എംപ്ലോയിയുടെ യഥാർത്ഥത്തെ വെൽഫെയറിന് ഗുണകരമായി ഉള്ള സ്ഥാപനങ്ങൾ പലപ്പോഴും കുറവാണ് എന്ന് പറയാം. എംപ്ലോയീസിൻ്റെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് ഇല്ലെങ്കിൽ മെജോറിറ്റിയായ നല്ല എംപ്ലോയീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു HR പോളിസി പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണാറില്ല. പക്ഷേ ഇവരുടെ HR പോളിസി എംപ്ലോയീസിനെ ബഹുഭൂരിപക്ഷം നല്ല എംപ്ലോയീസ്, ഏതെല്ലാ സ്ഥാപനങ്ങളിലും ബഹുഭൂരിപക്ഷം നല്ല എംപ്ലോയീസ് ആണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള HR പോളിസികളാണ്. ഉദാഹരണം, ഫ്രീ മെഡിക്കൽ ചെക്കപ്പുകൾ, എല്ലാവർക്കും ലൈഫ് ഇൻഷുറൻസ്, ആളുകൾക്ക് ഫ്രീ ഫുഡ്, 2 സെറ്റ് യൂണിഫോം എല്ലാ കൊല്ലവും, വാഹനമുള്ളവർക്ക് 2 വീലർ ഉള്ളവർക്കാണെങ്കിൽ ഹെൽമെറ്റ് കമ്പനി തന്നെ കൊടുക്കുന്നു. ഇനി ഈ ഹെൽമെറ്റൊക്കെ കൊടുക്കുന്നത് അവർക്ക് മാത്രമല്ല, അവരുടെ ഫാമിലിക്ക് കൂടി അത്തരം കാര്യങ്ങൾ കൊടുക്കുന്നു. മദ്യപാനത്തിനും സിഗരറ്റ് വലി പോലുള്ള കാര്യങ്ങൾക്ക്, പുകവലി പോലുള്ള കാര്യങ്ങൾക്ക് എതിരായ പ്രവർത്തനങ്ങൾ സ്ഥാപനത്തിൽ നടക്കുന്നു. അതിനെ ഒരിക്കലും കമ്പനി ഒരു വകയിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പലപ്പോഴും പല കമ്പനികളിലും സെലിബ്രേഷൻ എന്ന പേരിൽ നമ്മൾ മദ്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമേ ഇല്ല എന്ന് കാണിക്കുന്ന ഒരു കമ്പനിയാണ് ഹരികൃഷ്ണ എക്സ്പോർട്സ് എന്ന് പറയുന്നത്. അതേപോലെ എംപ്ലോയീസിന് പഠിക്കാനുള്ള ലൈബ്രറി അതിൻ്റെ ഭാഗമായി ഉണ്ട്. പുകവലിക്കെതിരെ ഉള്ള അവയർനെസ് പ്രോഗ്രാമുകളും വളരെ കർശനമായ വാർണിങ്ങുകളൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരു ജീവനക്കാരുടെ അവരെയും അവരുടെ കുടുംബത്തിനെയും പരിഗണിച്ചുകൊണ്ടുള്ള അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു പോളിസി ഉണ്ടാക്കപ്പെട്ട കമ്പനിയാണ് ഹരികൃഷ്ണ എക്സ്പോർട്സ്. അതേപോലെ തന്നെ 5000 പേർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നിച്ചാണ് കഴിക്കുക. അതിൽ ഏറ്റവും രസകരമായി തോന്നിയത്, ഭക്ഷണം കൊടുക്കുമ്പോൾ മാനേജർമാർക്ക് ഇല്ലെങ്കിൽ MDക്ക് ഒരു ഭക്ഷണം, അങ്ങനെയല്ല, അവിടെയുള്ള എല്ലാവർക്കും ഒരേപോലത്തെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവണത ആ സ്ഥാപനത്തിലുണ്ടെന്നാണ്. ഞാൻ V-Guardൽ ഒരിക്കൽ പരിശീലനത്തിന് പോയപ്പോൾ ഞാനവിടെ കണ്ടതാണ്. ഉച്ചയ്ക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അങ്ങനെ വലിയ ക്യൂ നിൽക്കുന്നില്ല. ക്യൂവിൻ്റെ ബാക്കിൽ ഞാനും എന്നെ കൊണ്ടുവന്ന അന്നത്തെ അതിൻ്റെ GM ആയിരുന്നു HR മാനേജർ, അദ്ദേഹം കൂടെ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, സാർ ഇവിടെ ചെയർമാൻ വന്നാലും ഇതുപോലെ ക്യൂ നിന്നാണ് ഭക്ഷണം എടുത്ത് കഴിക്കുക എന്നൊരു വലിയ മെസ്സേജാണ് യഥാർത്ഥത്തിൽ. എല്ലാ എംപ്ലോയീസിനെയും ഒരുപോലെ കാണുക, എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രാക്ടീസാണ്. അത്തരം പ്രാക്ടീസ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ഹരികൃഷ്ണ എക്സ്പോർട്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ HR പോളിസി പലപ്പോഴും എംപ്ലോയീസിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കപ്പെടുക. പക്ഷേ ഹരികൃഷ്ണയിലെ HR പോളിസി എംപ്ലോയീസിന് മാത്രമല്ല, അവരുടെ ഫാമിലിക്കും കൂടിയാണ്. ഉദാഹരണം, അവർ ഹരിദ്വാർ ഒരു ട്രിപ്പ്, നമുക്കറിയാമല്ലോ ആളുകളുടെ പുണ്യസ്ഥലമാണ്, പോകാൻ താല്പര്യമുള്ളത്. അപ്പോൾ അങ്ങനെ ജീവനക്കാരെയും അവരുടെ ഫാമിലിയും കൊണ്ട് ഹരിദ്വാർ യാത്ര 2004 നടത്തി. 245 ആളുകളെയും കൊണ്ടാണ് പോയത്. അത് വമ്പിച്ച വിജയമായി. പിന്നീട് അവർ ഒരുപാട് തവണ ആവർത്തിച്ചു. 2023 ആനുവൽ ഹരിദ്വാർ ഋഷികേശ് യാത്ര എന്ന പേരിൽ 1500 ആളുകളെയും കൊണ്ടാണ് ആ യാത്ര പോയി വന്നത്. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വെഡ്ഡിങ് നടത്തുക എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊരു ഒരു കല്യാണം നടത്തുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളല്ലേ ഉണ്ടാവുക. ഇത് 5000-7000 ആളുകളെ വിളിച്ചുകൊണ്ട് വലിയ ലെവലിൽ സ്വന്തം വീട്ടിലെ കല്യാണം നടത്തുന്ന പോലെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെ കല്യാണം നടത്തുക. 2013 അവർ 20 ജോഡികൾക്ക് വേണ്ടി ആദ്യമായി കല്യാണം നടത്തിയത്. ജീവനക്കാരുടെ മാത്രമല്ല, ജീവനക്കാരുടെ മക്കളുടെ കല്യാണവും നടത്താൻ ഇത്തരം കാര്യങ്ങൾ ആ സ്ഥാപനം ചെയ്യുന്നുണ്ട് എന്നാണ്. 500-ൽ കൂടുതൽ കപ്പിൾസിനെ ഒന്നിച്ച് കൂട്ടാൻ കഴിഞ്ഞു. 5000 തൊട്ട് 7000 ആളുകളെ വെച്ചുകൊണ്ടുള്ള വലിയ ലെവലിൽ ഒരു കല്യാണം. പലപ്പോഴും നമുക്കറിയാം, ബിസിനസ് ചെയ്യുന്നവർ അവരുടെ സമ്പത്ത് കൂടുമ്പോൾ അവരുടെ മക്കളുടെ കല്യാണം 5000-6000 പേരെയൊക്കെ വെച്ച് നടത്തും. പക്ഷേ ജീവനക്കാരുടെ കല്യാണം 5000-7000 ആളുകളെ വെച്ച് നടത്തുക എന്ന് പറയുന്നത് ജീവനക്കാരുള്ള സ്ഥാപനത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുക. എന്തിനാണ് ഈ ഫാമിലി കൾച്ചർ അവർ കൊണ്ടുവരുന്നത് എന്ന ചോദ്യത്തിന്, ഫാമിലിയെ നന്നായി സ്ഥാപനം ടേക്ക് കെയർ ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് തൻ്റെ മുഴുവൻ ആത്മാർത്ഥത സ്ഥാപനത്തിനോട് കാട്ടാൻ കഴിയും, 100% കമ്മിറ്റ്മെൻറ്റ് കാട്ടാൻ കഴിയും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത് കേരളത്തിൽ പല സ്ഥാപനങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവനക്കാരെ നോക്കുന്ന പോലെ തന്നെ കൊല്ലത്തിലൊരിക്കൽ അവരുടെ ഫാമിലിനെ കൊണ്ടുവരിക, അവർക്കൊരു ഡിന്നർ കൊടുക്കുക, അവരുടെ കൂടെ ഒരു ദിവസം ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് സ്ഥാപനത്തിനോട് ജീവനക്കാരൻ്റെ കമ്മിറ്റ്മെൻറ്റ് കൂടാൻ സഹായകരമാകും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. 4ാമത്തെ അവരുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി, എംപ്ലോയീസിനെ ഒരു ജീവനക്കാരായി കാണുന്നതിന് പകരം ഒരു പാർട്ട്നേഴ്സായി കാണുക എന്നതാണ്. അതായത് സ്ഥാപനം വളരുന്നതനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ സ്ഥാപനത്തിന് ഉടമസ്ഥന് കിട്ടുന്ന പോലെ തന്നെ ജീവനക്കാർക്കും കിട്ടുക. 2014 1268 ജീവനക്കാർക്ക് ഏകദേശം 500 മില്യൺ വർത്തായ ഇൻസെന്റീവ് കൊടുത്തിരുന്നു എന്നാണ്. 491 ആളുകൾക്ക്
കാർ കൊടുത്തു. 570ഓളം ജീവനക്കാർക്ക് ജ്വല്ലറികൾ കൊടുത്തു. അവർക്ക് ഫ്ലാറ്റ് മേടിക്കാൻ വേണ്ടി 207ഓളം ആളുകൾക്ക് പേയ്മെന്റ് കൊടുത്തു. 2016 1260 കാറുകളാണ് ജീവനക്കാർക്ക് കൊടുത്തത്. 2018 600ഓളം കാറുകൾ. മുതലാളിക്ക് കാർ ഉണ്ടാവുക മാത്രമല്ല, ജീവനക്കാരും നല്ല ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണം എന്ന് കാഴ്ചപ്പാടുള്ള ഒരു സ്ഥാപനം. ജീവനക്കാർ മാത്രമല്ല, സ്ഥാപനത്തിന്റെ പാർട്ട്ണർ കൂടിയാണ് എന്ന തിരിച്ചറിവ്. നമ്മുടെ കമ്പനി വളരുന്ന കൂട്ടത്തിൽ ജീവനക്കാരെയും വളർത്തണം എന്ന ഒരു കാഴ്ചപ്പാടുള്ള കമ്പനിയാണ്. 5ാമത്തെ അവരുടെ പീപ്പിൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജീവനക്കാരുടെ സെൽഫ് എസ്റ്റീമിനെ ബൂസ്റ്റ് ചെയ്യുക എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പണ്ട് പോലീസുകാരെ വിളിച്ചിരുന്നത് പോലീസ്മാൻ എന്നാണ്. ഇപ്പൊ സിവിൽ പോലീസ് ഓഫീസർ എന്നാണ് വിളിക്കുക. ആ ഒരു ഡെസിഗ്നേഷൻ ഇയാളുടെ സെൽഫ് എസ്റ്റീമിന്, ഒരു പോലീസുകാരൻ്റെ സെൽഫ് എസ്റ്റീം കൂടാൻ സഹായകരമാകുന്നു എന്ന പോലെ തന്നെ ഹരികൃഷ്ണയിൽ ആ ഡയമണ്ട് വർക്കർ എന്നല്ല വിളിക്കുക, പകരം ഡയമണ്ട് ആർട്ടിസ്റ്റുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു ഡെസിഗ്നേഷനിൽ കൊണ്ടുവരുന്ന ഒരു പേര് യഥാർത്ഥത്തിൽ ആ ജോലി ചെയ്യുന്ന ആൾക്കൊരു അഭിമാനം ഉണ്ടാക്കുക ചെയ്യാം. അതേപോലെ തന്നെ ഡയമണ്ട് ഡിസൈൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ, അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഡയമണ്ട് എഞ്ചിനീയേഴ്സ് എന്നാണ് അവർ വിളിക്കുന്നത്. മാസ്ലോന്റെ ഹൈറാർക്കി മനസ്സിലാക്കിയവർക്കറിയാം, ഒരു മനുഷ്യന് അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അയാൾക്ക് അതിന് മുകളിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും. അത്തരം ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ, അയാളുടെ മുഴുവൻ കഴിവുകളും പുറത്തെടുത്ത് അയാൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഗുണകരമായി മാറുമെന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ഈ താഴേക്കിടയിലുള്ള ഓരോ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിലൂടെയാണ് ആ മനുഷ്യൻ തൻ്റെ മുഴുവൻ സത്തയും പുറത്തെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുക, അത് വളരെ മനോഹരമായി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഹരികൃഷ്ണ എക്സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹരികൃഷ്ണ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, ജീവനക്കാർ ഒരു സ്ഥാപനത്തിൻ്റെ ശ്വാസം പോലെയാണ്. അവർ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥാപനം വളരുന്ന കൂട്ടത്തിൽ അവർ കൂടി വളർന്നാലേ അവർ നമ്മുടെ കൂടെ നിൽക്കൂ. അപ്പോൾ ജീവനക്കാർക്ക് വേണ്ടിയുള്ള അവരുടെ കണ്ണിലൂടെ കാണാൻ കഴിയുന്ന ഒരു സ്ഥാപനം, ഒരു എംപ്ലോയർ വലിയ ഉയർച്ചയുണ്ടാകും. ഒരു ലോങ് ടൈമിൽ ബിസിനസ്സിനെ കാണുന്ന ഒരു എംപ്ലോയർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥാപനമായി നമ്മുടെ സ്ഥാപനം മാറട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അടുത്ത തവണ ഒരു പുതിയ മോഡലായ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് തിരിച്ചു വരാം. താങ്ക് യു സോ മച്ച്.